അടിയന്തര പ്രാധാന്യമില്ലാത്ത നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള തീരുമാനം KSEB പിൻവലിച്ചു. വിവാദം ഭയന്നാണ് ബോർഡിന്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാക്കുന്ന നടപടിയിൽ നിന്ന് KSEB പിന്നോട്ട് പോയത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് പുതിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ KSEB തീരുമാനിച്ചത്. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. വിവരങ്ങൾ പറഞ്ഞോളൂ ശരത്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു എന്നാ ഞാൻ വിവരങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ. ആയിക്കോളൂ. KSEB സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പളം നൽകുന്നതിനും പെൻഷൻ നൽകുന്നതിനും പോലും വായ്പ എടുക്കേണ്ട സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് CMD ഏറെ ഒരു കർശനമായ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു കത്ത് ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് നൽകിയത്. KSEBയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനി ആരംഭിക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം. അതിൽ മുൻഗണനാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും KSEBയും വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷവും ഇതേ പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ 2024-25 വർഷവും കാര്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതില്ല. മുൻഗണനാടിസ്ഥാനത്തിൽ ചില പ്രവർത്തനങ്ങൾ മാത്രം ഏറ്റെടുത്ത് നടത്തിയാൽ മതി എന്നാണ് ടെക്നിക്കൽ ഡയറക്ടർമാരോട് CMD ഇപ്പോൾ കത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമായി ഈ കത്തിൽ CMD ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയത് KSEBക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കപ്പെട്ടതിന് ശേഷം ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നു. അത് ബോർഡിന് കനത്ത സാമ്പത്തിക ആഘാതം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ മഴ ആവശ്യത്തിന് ലഭിക്കാത്തത് വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. കൂടാതെ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വൈദ്യുതി ബില്ല് കുടിശ്ശിക തീർക്കുന്നതിൽ വലിയ അലംഭാവം കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ബോർഡ് അഭിമുഖീകരിക്കുന്നു. ഇനി വേനൽക്കാലമാകുമ്പോഴേക്കും ആ പ്രതിസന്ധി വളരെ രൂക്ഷമാവുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുത്ത് നടത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ചെയർമാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, രാജൻ ഗോബ്രഗഡെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി പുറത്തു വന്ന് വിവാദമായി. ആ പശ്ചാത്തലത്തിൽ ഇനി ടെക്നിക്കൽ ഡയറക്ടർമാരോട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വിഷയമായി ഈ കത്ത് മാറുന്ന പശ്ചാത്തലം. ശരി ശരത്.